നമസ്കാരം. നമ്മൾ എപ്പോഴെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു ജോലി ചെയ്യാൻ വേറൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ നിയമത്തിന്റെ കണ്ണിൽ നിങ്ങളൊരു ഏജന്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആകാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ കരാർ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഈയൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഏജന്റുമാർ എത്ര തരമുണ്ട്, അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഇതൊക്കെ നമ്മൾ എന്തിനാണ് അറിഞ്ഞിരിക്കേണ്ടത്? വാ, നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം ഒരു ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങും. അത് കഴിഞ്ഞ് അവരുടെ അധികാരപരിധി അനുസരിച്ച് അവരെ എങ്ങനെയൊക്കെ തരംതിരിക്കാമെന്ന് നോക്കാം. പിന്നെ സബ് ഏജന്റ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്നൊക്കെ പറയുന്ന, കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുന്ന എന്നാൽ അല്ലാത്ത കുറച്ചുകൂടി സങ്കീർണമായ വിഷയങ്ങളിലേക്ക് കടക്കും. പേടിക്കണ്ട, അവസാനം ഇതെല്ലാം ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഒരു വഴിയും ഞാൻ പറഞ്ഞുതരാം. ശരി, അപ്പൊ എന്താണൊരു ഏജൻസി? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല്, ഒരാള്, അതായത് ഏജന്റ്, മറ്റൊരാൾക്ക് വേണ്ടി, അതായത് പ്രിൻസിപ്പലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ബന്ധമാണിത്. ഇവിടെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാല് ജോലി ഏൽപ്പിക്കുന്ന ആള്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഏജന്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിയമപരമായി ഉത്തരവാദി എപ്പോഴും പ്രിൻസിപ്പലായിരിക്കും. ഏജന്റുമാരെ നമ്മൾക്ക് പല രീതിയിൽ തരംതിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് ജനറൽ ഏജന്റ്, പിന്നെ സ്പെഷ്യൽ ഏജന്റ്. എന്താണിവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം? നമുക്ക് നോക്കാം. ആദ്യത്തേത് ജനറൽ ഏജന്റ്. ആ പേര് പറയുന്നത് പോലെ തന്നെ ഇവർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ടാകും. ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു വ്യാപാരത്തിലോ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് അനുവാദം കിട്ടിയിട്ടുണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വലിയ എസ്റ്റേറ്റിന്റെ മാനേജർ. അദ്ദേഹത്തിന് ആ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളും നടത്താനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെ സാധിക്കും. ഇനി സ്പെഷ്യൽ ഏജന്റ്. ഇവരുടെ അധികാരം വളരെ കുറവായിരിക്കും. ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവരെ നിയമിക്കുന്നത്. ആ ജോലി കഴിഞ്ഞാൽ അവരുടെ ദൗത്യവും കഴിഞ്ഞു. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക വീട് വിൽക്കാൻ വേണ്ടി മാത്രം നമ്മളൊരാളെ ഏൽപ്പിക്കുന്നു. ആ വീട് വിറ്റുകഴിഞ്ഞാൽ പിന്നെ ആ ഇടപെടൽ അവർക്ക് യാതൊരു റോളുമില്ല. അതാണ് സ്പെഷ്യൽ ഏജന്റ്. ഇവിടെ നോക്കിയാൽ ആ വ്യത്യാസം വളരെ വ്യക്തമാണ്. ജനറൽ ഏജന്റിന് വിപുലമായ തുടർച്ചയായ അധികാരങ്ങളുണ്ട്. പക്ഷേ സ്പെഷ്യൽ ഏജന്റിനോ ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അധികാരമേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളൊരു സ്പെഷ്യൽ ഏജന്റുമായിട്ടാണ് ഇടപഴകുന്നതെങ്കിൽ അവരുടെ അധികാരപരിധി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കൃത്യമായി ചോദിച്ചു ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു വിഷയത്തിലേക്കാണ് പോകുന്നത്. സബ് ഏജന്റ്സ് എന്താണത്? അതായത് പ്രിൻസിപ്പൽ നിയമിച്ച ഒരു ഏജന്റ് തനിക്ക് കിട്ടിയ ജോലി ചെയ്യാൻ വേറൊരാളെ ഏൽപ്പിക്കുന്നു. അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകും, അല്ലേ? ആരായിരിക്കും ഉത്തരവാദി? നമുക്ക് നോക്കാം. ഇന്ത്യൻ കരാർ നിയമത്തിലെ സെക്ഷൻ 191 ഇതിന് കൃത്യമായ ഒരു നിർവചനം നൽകുന്നുണ്ട്. സബ് ഏജന്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഏജന്റ് നിയമിക്കുന്ന, ആ ഏജന്റിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ശ്രദ്ധിക്കണം, അവർ പ്രവർത്തിക്കുന്നത് യഥാർത്ഥ ഏജന്റിന്റെ കീഴിലാണ്, പ്രിൻസിപ്പലിന്റെ കീഴിലല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പ്രിൻസിപ്പൽ അറിയാതെയാണ് ഏജന്റ് ഒരു സബ് ഏജന്റിന് വെച്ചതെങ്കിലോ? അതായത് പ്രിൻസിപ്പലിന്റെ സമ്മതം ഇതിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിയമപരമായ ഉത്തരവാദിത്തങ്ങളെ മൊത്തത്തിൽ മാറ്റിമറിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശരി, പ്രിൻസിപ്പലിന്റെ സമ്മതത്തോടെയാണ് സബ് ഏജന്റിനെ നിയമിക്കുന്നതെങ്കിൽ സെക്ഷൻ 192 അനുസരിച്ച് ആ സബ് ഏജന്റ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രിൻസിപ്പൽ പുറത്തുള്ളവരോട് ഉത്തരവാദിയാകും. അതേസമയം സബ് ഏജന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തെറ്റുകൾക്ക് യഥാർത്ഥ ഏജന്റിന് പ്രിൻസിപ്പലിനോട് ഉത്തരവാദിത്വമുണ്ടാകും. ഇനി സബ് ഏജന്റിന് ആരോടാണ് ഉത്തരവാദിത്വം? അത് യഥാർത്ഥ ഏജന്റിനോട് മാത്രമാണ്. ഇതൊരു ചെയിൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ? പ്രിൻസിപ്പലിന്റെ സമ്മതമില്ലാതെയാണ് നിയമനമെങ്കിൽ സെക്ഷൻ 193 പ്രകാരം ആ സബ് ഏജന്റിന്റെ പ്രവൃത്തികൾക്ക് പ്രിൻസിപ്പലിന് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കില്ല. വരുന്ന എല്ലാ നഷ്ടങ്ങൾക്കും കുഴപ്പങ്ങൾക്കും പ്രിൻസിപ്പലിനോടും പുറത്തുള്ളവരോടും ഒരുപോലെ ഉത്തരവാദി ആ ഒറിജിനൽ ഏജന്റ് മാത്രമായിരിക്കും. അതുകൊണ്ട് പ്രിൻസിപ്പലിന്റെ സമ്മതമില്ലാതെ ഒരു സബ് ഏജന്റ് നിയമിക്കുന്നത് വലിയൊരു റിസ്ക്കാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റിനെക്കുറിച്ചാണ്. ശ്രദ്ധിക്കണം, പേര് കേൾക്കുമ്പോൾ സബ് ഏജന്റുമായി എന്തോ സാമ്യമുണ്ടെന്ന് തോന്നാം. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. എന്താണ് ആ വ്യത്യാസമെന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. സെക്ഷൻ 194 അനുസരിച്ച് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പലിന് വേണ്ടി പ്രവർത്തിക്കാൻ യഥാർത്ഥ ഏജന്റ് കണ്ടെത്തി നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റൊരാളാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പുതിയ ഏജന്റ് നിയമിക്കപ്പെട്ടുകഴിഞ്ഞാൽ അവർ നേരിട്ട് പ്രിൻസിപ്പലിന്റെ ഏജന്റായി മാറും, അല്ലാതെ ആദ്യത്തെ ഏജന്റിന്റെ കീഴിലല്ല. അപ്പോ യഥാർത്ഥ ഏജന്റിന്റെ റോൾ എന്താണ്?
സെക്ഷൻ 195 പറയുന്നത് ആ ജോലിക്ക് അനുയോജ്യനായ കഴിവുള്ള ഒരാളെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ് യഥാർത്ഥ ഏജന്റിന്റെ ഉത്തരവാദിത്തം. ശരിയായ ആളെ തിരഞ്ഞെടുത്താൽ ആ ഏജന്റിന്റെ ജോലി കഴിഞ്ഞു. പിന്നീട് ആ പുതിയ ഏജന്റിന്റെ പ്രവൃത്തികൾക്ക് യഥാർത്ഥ ഏജന്റിന് യാതൊരു ഉത്തരവാദിത്തവും വരില്ല. ഓക്കെ, നമ്മളിപ്പോ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലേ? ചിലപ്പോൾ ചെറിയൊരു ആശയക്കുഴപ്പം വന്നിട്ടുണ്ടാവാം, പ്രത്യേകിച്ച് ഈ സബ് ഏജന്റും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റും തമ്മിൽ. അപ്പൊ നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ചുരുക്കി നോക്കാം. ആ വ്യത്യാസങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാം. ഈ സ്ലൈഡിൽ കാണുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. സബ് ഏജന്റ് പ്രവർത്തിക്കുന്നത് യഥാർത്ഥ ഏജന്റിന്റെ കീഴിലാണ്. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് പ്രവർത്തിക്കുന്നത് നേരിട്ട് പ്രിൻസിപ്പലിന്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ സബ് ഏജന്റിന്റെ തെറ്റുകൾക്ക് യഥാർത്ഥ ഏജന്റ് ഉത്തരവാദിയാകും. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റിന്റെ കാര്യത്തിലോ ആ ഉത്തരവാദിത്തം യഥാർത്ഥ ഏജന്റിന് വരുന്നേയില്ല. ഈ ഒരു പോയിന്റ് ഓർത്തുവെച്ചാൽ തന്നെ വലിയൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഇതാ ഈ ഒരു പട്ടികയിൽ ഒതുക്കിയിട്ടുണ്ട്. ജനറൽ ഏജന്റിന് വിപുലമായ അധികാരം, സ്പെഷ്യൽ ഏജന്റിന് ഒരു പ്രത്യേക കാര്യത്തിനുള്ള അധികാരം മാത്രം, സബ് ഏജന്റ് യഥാർത്ഥ ഏജന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് ആകട്ടെ നേരിട്ട് പ്രിൻസിപ്പലിന്റെ കീഴിലും. ഓരോന്നിന്റെയും നിയമത്തിലെ വകുപ്പുകളും ഇവിടെയുണ്ട്. ഇതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാകും. അപ്പോ നിങ്ങൾ അടുത്ത തവണ ഒരു കരാറിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോഴോ അതിൽ ഉൾപ്പെട്ട ഏജന്റിന്റെ പങ്കെന്താണെന്ന് കൃത്യമായി ഒന്ന് ശ്രദ്ധിക്കുക. അത് ജനറൽ ഏജന്റ് ആണോ, സ്പെഷ്യൽ ഏജന്റ് ആണോ, അതോ ഒരു സബ് ഏജന്റ് അതിൽ വരുന്നുണ്ടോ എന്നൊക്കെ. ഈ വ്യത്യാസങ്ങൾ അറിയുന്നത് മാത്രം മതി ചിലപ്പോൾ നിങ്ങളെ വലിയ നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.